ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനുണ്ട്. ആ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നാൻ വേറൊരു കൂട്ടാൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒക്കെ നമുക്കൊരു ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടാൻ ഒരു പൂതി ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായി നമ്മൾ നാടൻ മട്ടത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിന് നമുക്കൊരു അച്ചാറിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങിയിരിക്കണമെന്ന്. മാഷാ അല്ലാ അതങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ നമ്മളെ അച്ചാറുകളൊക്കെ അങ്ങനെ പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ എല്ലാവരും പ്രാർത്ഥനയും എല്ലാവരും സപ്പോർട്ടും ഒക്കെ വേണം കേട്ടോ. അപ്പം ബീറ്റ്റൂട്ടിൻ്റെ അച്ചാറാണ് കേട്ടത്. അപ്പോൾ ഈ ചെറിയ അച്ചാറാണ് ഇപ്പം കടയിലൊക്കെ പോകൽ കേട്ടോ. പച്ചക്കറി കടയിലൊക്കെ പോകണ്ടേ കൊടുത്താൽ ചിലവാകൽ അങ്ങനത്താണ്. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കിയിരിക്കണേ. അപ്പോൾ അതിനൊക്കെ സ്റ്റിക്കർ വെച്ചുകൊണ്ട് മോന് അതൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. തുടക്കമായതുകൊണ്ട് കുറച്ചൊരു പരിചയക്കുറവൊക്കെ ഉണ്ട്. ഒക്കെ റെഡിയാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ലൈക്ക് ചെയ്യാൻ പിന്നെ നിങ്ങളെ സപ്പോർട്ടും തുടർന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ പറയണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കിയിരിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ പിന്നെ കുറച്ച് ഓർഡറൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ അതൊക്കെ വലിക്കൊക്കെ എത്തിച്ച് കൊടുക്കണു ഒക്കെ ഉണ്ട് കേട്ടോ. ബീഫ് അച്ചാറൊക്കെ കുറച്ചൊക്കെ പോയിക്കണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലായിട്ട് തുടങ്ങിയതല്ലേ. അപ്പോൾ എന്തെങ്കിലും ചെറിയ കുറവുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ നല്ല വെള്ളം വറ്റിയ തേങ്ങ എടുത്തു കൊടുക്കാണ്ട് ഒന്ന് കുലുക്കി നോക്കിയതാണ് കേട്ടത്. അപ്പോൾ കുലുങ്ങാത്ത തേങ്ങ തന്നെ കിട്ടി വെള്ളം വറ്റിയത് ആയാലാണ് ഏറ്റവും ടേസ്റ്റും ഒക്കത്തിനും നല്ലത് അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒന്ന് വെള്ളം വറ്റി ഇങ്ങനെ ചെറിയൊരു നനവ് പോലെ ഉണ്ട് വെള്ളം വറ്റിക്കണേ. ഒന്ന് നല്ലൊരു കൊപ്രയും കിട്ടിയിട്ടാ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനത്താണ് നമ്മൾ ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ എടുക്കേണ്ടത്. അപ്പോൾ ഞാനത് നന്നായി കട്ടി കുറച്ചൊക്കെ അരിഞ്ഞുകാണ്ട് ഒന്ന് കൈകിയൊക്കെ ഒന്ന് വെള്ളം ഡ്രൈ ആകാൻ വെച്ചിക്കണേ. അപ്പോൾ നമ്മൾ കൈയൊക്കെ തട്ടിയതല്ലേ. അപ്പോൾ കേട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒന്ന് കൈകി ഒക്കെ ഒന്ന് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിനി ഞാൻ നമ്മളതിനെ ഇവിടെ കൈകിങ്ങാണ്ടൊക്കെ വൃത്തിയാക്കി മേലെ കൊണ്ടുപോയി വാർപ്പിന് മേലെ കൊണ്ടുപോയിട്ട് ഉണക്കിയൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടത്. അപ്പോൾ ടിന്നിലാക്കി വെച്ചത് ഇനി. അപ്പോൾ അത് കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊണ്ടുവന്നുകാണ്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെമ്മീൻ ഈ ചെറിയ ചെമ്മീൻ കിട്ടുമ്പോഴേ അപ്പോൾ അതിൻ്റെ തലയും പാലൊക്കെ ഒന്നുകൊണ്ട് മുറിച്ചുകാണ്ട് അതിൻ്റെ മീശയും താടിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മുറിച്ചുകാണ്ട് നമ്മൾ നന്നായി കഴുകി ഉപ്പിട്ട് വെക്കൂട്ടാ. ഉപ്പിട്ട് വെച്ചുകൊണ്ട് വെയിൽ കിട്ടുമ്പോൾ ആണ്ട് കൊണ്ടുപോയി ഉണക്കലാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചത് ഇനി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടാ അതിന് വേണമല്ലുണ്ടെങ്കിൽ പറയണ്ടീന്ന് പറഞ്ഞിനി. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ പുറത്തടുപ്പുമ്പോഴാകുമ്പോൾ നമുക്ക് വലിയ ചെമ്പട്ടിയൊക്കെ വെച്ചുകാണ്ട് നന്നായി വറുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മുളക് കുറച്ചൊരു എരിവ് കൂടുതലുള്ള മുളകാട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മാസ്ക് ഇട്ടിക്കണേ അതുകൊണ്ട് വല്ലാതെ മൂക്ക് കയറുന്നില്ല. അപ്പോൾ നന്നായി ഒക്കെ ഒന്ന് വറുത്ത് ഒക്കെ മുറത്തേക്കാക്കി വെച്ചിക്കണേ. അപ്പം നമുക്ക് ഈ ചെമ്മീൻ ഒന്നുണ്ട് വറുത്തെടുക്കട്ടോ. അപ്പോൾ ഈ കട്ടിയുള്ള ചെമ്പട്ടി ആകുമ്പോൾ പെട്ടെന്നായി കിട്ടിക്കോളും. നമ്മൾ ഉള്ളിലൊക്കെ വെച്ച് ഇതാക്കുമ്പോൾ ചെറിയ പാത്രത്തിലൊക്കെ ആകുമ്പോൾ അതിനെക്കാട്ടി സുഖം വലിയ ചെമ്പട്ടിയിലാകുമ്പോൾ വേണ്ടായി കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ഒന്നുണ്ട് മരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാസ്ക് ഇട്ടുകൊണ്ട് വല്ലാതെ എനിക്ക് കിട്ടണില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡിയാക്കിക്കണേ. നമ്മൾ തേങ്ങ ഒക്കെ ഉണ്ട് ആക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടത്. എന്തെങ്കിലും ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ ചോറിന് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഇത് കുറച്ചുണ്ടായാൽ നമുക്ക് ചോറ് കഴിക്കാനൊക്കെ പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി താമസിക്കണമല്ലോ ഗൾഫിലൊക്കെ പോയി താമസിക്കണവർക്കൊക്കെ എപ്പോഴും കൂട്ടാനുണ്ടാക്കാനൊന്നും കഴിഞ്ഞില്ലാന്ന് വരില്ല. ഇപ്പോഴൊക്കെ അതിനൊക്കെ നന്നിട്ടാ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ കൊത്ത് ആക്കിങ്ങാണ്ടാക്കി വെച്ച് കഴുകി ഒക്കെ ഇതാക്കിയതാണ്. അപ്പോൾ ഞാൻ അടുപ്പുമ്മലിട്ടുകാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയതാട്ടത്. അപ്പോൾ ഇങ്ങനെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നല്ലത് ചോന്ന് വന്നിക്കണേ. നല്ലത് അതിന് നീരൊക്കെ ഉണ്ട് വറ്റിങ്ങാണ്ട് ഒക്കെ ഉണ്ട് റെഡി ആക്കിക്കണം കേട്ടോ. അങ്ങനെ ആക്കി വെച്ചാൽ കേട് വരില്ല. ഇനി കുറച്ച് പുറത്തന്നെ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുപാട് കാലം ഇരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കയ്യെക്കാതെ ഇളക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉരലിനും വേണ്ട ഒരു പണി കൊടുക്കുക, മിക്സിക്കൊന്ന് റെസ്റ്റും കൊടുക്കാമെന്ന് വിചാരിച്ചുകാണ്ട് അപ്പോൾ നമ്മൾ ഉരലിലിട്ടുകാണ്ട് ഒന്ന് ഇടിച്ചെടുക്കേണ്ടത്. അപ്പം മുളക് ആദ്യം ഇടിച്ച് അപ്പോൾ നെട്ടി ഞാൻ ഒഴിവാക്കിയിട്ടില്ല. നെട്ടി ഒഴിവാക്കിയാലേ ആ കുരു കൊണ്ട് വരുമ്പോൾ വല്ലാതെ കാറിക്കാളും. കുരുവൊക്കെ പോയിക്കാണ്ട് കരിയും ചെയ്യും. അപ്പോൾ മുളകും ഈ ചെമ്മീപ്പൊടിയും കൂടിയാണ് കേട്ടോ നമ്മൾ ഇടിച്ചെടുക്കേണ്ടത്.
അപ്പോൾ അരലിലിട്ട് എടുക്കുമ്പോൾ വേണ്ട ആയിക്കോളും. പിന്നെ മിക്സിക്കൊന്ന് റെസ്റ്റായും ചെയ്തെന്ന് വിചാരിച്ച് കണ്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആക്കിക്കാണ്ട് നമുക്ക് പിന്നെ തേങ്ങയും പൊടിച്ചെടുക്കാം. പിന്നെ ചെമ്മീപ്പൊടി ഞാൻ പിന്നെ ഉപ്പിട്ട് വെച്ചതാട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ പിന്നെ ഉപ്പ് വല്ലാതെ കൂട്ടണില്ല. പിന്നെ ഇതിൽ നമ്മൾ പുളി കൂട്ടും. പുളി ഇപ്പോൾ കൂട്ടിയാൽ നമ്മൾ വറക്കണി തന്നെ പിന്നെ കറിവേപ്പില കൂട്ടുന്നുണ്ട്. പുളി കൂട്ടിയാൽ കേട് വന്നാലായി വിചാരിച്ചുകാണ്ട് നമ്മൾ ഇത് കഴിക്കുമ്പോൾ കുറച്ച് പുളി എടുത്തുകാണ്ട് പിയൊന്നും വേണ്ട, പുളി കഴുകിക്കാണ്ട് ഇതിൽ ഇട്ട് ഒരു കുരു ഉണ്ടാവുമല്ലോ, കുരുവിൻ്റെ ഒരു ഇത് അതിട്ടുകാണ്ട് ഒന്നിട്ട് എടുത്താൽ മതി. ഒരു സ്പൂണ് പൊടിക്ക് ഒരു കുരുവിൻ്റെ സാധനം ഉണ്ടാവില്ല, അതുകൊണ്ട് എടുത്തുകാണ്ട് ഒന്നിട്ട് വരുത്തിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരിറ്റ് വെളിച്ചെണ്ണ ചെറിയ ഉള്ളിയൊക്കെ കൂട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇതാ കറിവേപ്പില ഞാൻ അകത്ത് വെച്ചുകാണ്ട് ഗ്യാസ് വെച്ചുകാണ്ടാണ് വറക്കേണ്ടത്. ഒന്ന് കൈകിയപ്പോൾ ഒന്ന് വെള്ളമായി. അപ്പോൾ പിന്നെ വെള്ളം ഇതിക്ക് ആകണ്ടെന്ന് വിചാരിച്ചുകാണ്ടേ പിന്നെ അകത്ത് വെച്ചുകാണ്ട് നന്നായി വറുത്തിക്കണേ. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്നിട്ട് അടുപ്പുമിട്ട് ചൂടാക്കണം കേട്ടോ. ചൂടാക്കിയാൽ കേട് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ടിന്നിലൊക്കെ ആക്കി വെച്ചാൽ കേട് വരണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പൊടിച്ചിട്ടത് പൊടിച്ച് പിന്നെ വരലിട്ടപ്പോൾ ശരിക്കും പൊടിയാത്ത മാതിരി. അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും കൂടി പൊടിച്ച് ഒന്ന് പൊടിയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ പൊടിക്കാനൊക്കെ വലിയ പാടാണേക്കരേ. ജോലിക്ക് പോണവരും പിന്നെ ഗൾഫിലുള്ളവരൊക്കെ ആണുങ്ങൾക്കൊക്കെ ചെയ്യാനൊക്കെ പണിയാണേക്കാര്. അപ്പോൾ നമ്മൾ ഒന്നുകൊണ്ട് കവറിലാക്കി വെക്കട്ടത്. ഇത് നല്ല അടച്ച് വെക്കണം, വേഗം ഉറുമ്പ് വന്നാളും. അപ്പോൾ അതിനനുസരിച്ചുള്ളിടത്ത് ഇത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. വേഗം ഉറുമ്പ് വേഗം അതിൻ്റെ സ്മെല്ല് അടിച്ചുകാണ്ട് വന്നാളും. അപ്പോൾ അതെനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ചെമ്മീപ്പൊടി വെക്കുമ്പോൾ തന്നെ പിന്നെ ഒക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ ഇനി നമുക്കൊരു ഓർഡർ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് മക്കളതൊക്കെ പിന്നെ ഒക്കെ പാക്കാക്കി വെക്കുകയാണ്. അപ്പോൾ മാഷാ അല്ലാ അതൊക്കെ അങ്ങനെ ഇതിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ട് ശരിയാവുമെന്ന് വിചാരിക്കണേ ഇൻഷാ അല്ലാ. പിന്നെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടായില്ലെങ്കിൽ ഒക്കെ ഒന്ന് നമ്മളോട് ക്ഷമിക്കട്ടെ. നമ്മൾ ഫസ്റ്റിൽ ഇങ്ങനെ തുടങ്ങിയതല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമ്മളോട് പറയുക, ഒക്കെ ചെയ്യണം. പിന്നെ അച്ചാർ ഇങ്ങനെ കൂടുതലിരിക്കുമ്പോഴേ പിന്നെ ഉപ്പ് ഒന്ന് മുന്തി ഇടണം എന്നാണ് വിചാരം. പിന്നെ നമ്മൾ കെമിക്കലൊന്നും കൂട്ടണില്ല കേട് വരാക്കാനുള്ളത്. അപ്പം നമുക്കൊരു പേടിയാണ് കേട് വരുമോ എന്നുള്ളതിൽ. അപ്പം പിന്നെ ഉപ്പ് ചിലപ്പോൾ ഇട്ടെന്ന് വരും കുറച്ചൊന്ന് മുന്തി നിൽക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ ഇനി ഉപ്പ് കുറച്ച് കണ്ട് അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കട്ടാ. അപ്പോൾ ഇത് പാവക്കൻ്റെ അച്ചാറാണ്. ഇത് പച്ചക്കറി കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടേ മോന് റെഡിയാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.